നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗ മത്സരങ്ങൾ ആരംഭിക്കാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റ് 15 രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് ലാവസും ഗെറ്റാഫയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെ ഇത്തവണത്തെ ലാലിഗ മത്സരങ്ങൾക്ക് തുടക്കമാവുകയായി. ഇത്തവണ ലാലിഗയിൽ മാറ്റങ്ങളുണ്ട്, ചില നിയമങ്ങളിൽ മാറ്റങ്ങളുണ്ട് എന്നിപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഒന്ന്, പുതിയ റഫറിങ് ചേഞ്ചസിൽ വരുന്ന ഒന്ന്, വാർ വിൽ നൗ ബി ഏബിൾ ടു ഇൻ്റർവെൻ ഓൺ സെക്കൻഡ് യെല്ലോ കാർഡ് സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി എറർ, ഓൺ റെഡ് കാർഡ്, ഈ കാര്യങ്ങളിൽ വാർ ഇൻ്റർവെൻ ചെയ്യും. അതായത് സെക്കൻഡ് യെല്ലോ കാർഡ് സിറ്റുവേഷനിൽ വാർ ഇടപെടും. അതുപോലെ തന്നെ റെഡ് കാർഡിൻ്റെ കാര്യത്തിൽ ഐഡൻറ്റിറ്റി എറർ സംഭവിച്ചു, ആൾ മാറിയൊക്കെ റെഡ് കാർഡ് കൊടുക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവുമ്പോൾ വാർ അതിൽ ഇടപെടും എന്നുള്ളതാണ് ഒരു കാര്യം. അടുത്തത്, റോങ്ലി അവാർഡഡ് കോർണർ. അത് പലപ്പോഴും ഉണ്ടാവാറുണ്ട്, തെറ്റായിട്ട് റഫറിമാർ കോർണറൊക്കെ തെറ്റായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വാറിന് ഇനി അത് ഓവർടേൺ ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു, സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്ലെയർ മാക്സിമം 10 സെക്കൻഡിനുള്ളിൽ കളിക്കളം വിട്ടിരിക്കണം. അല്ലാത്ത പക്ഷം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങുന്ന താരം 1 മിനിറ്റ് കൂടി വൈകിയതിന് ശേഷം മാത്രമേ, 1 മിനിറ്റ് പുറത്ത് നിന്നതിന് ശേഷം മാത്രമേ കളിക്കളത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ സാധാരണഗതിയിൽ പ്ലെയേഴ്സിന് ട്രീറ്റ്മെൻറ്റ് ലഭിച്ചാൽ പുറത്ത് നിൽക്കണം. അത് 1 മിനിറ്റ് തന്നെ പുറത്ത് നിൽക്കണം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നതിന് മുമ്പ്. പിന്നെ ഒരു ഗോൾ കീപ്പർ ഒരു സ്റ്റോപ്പേജ് ഉണ്ടാക്കുന്നു ഫോർ ടു റിസീവ് എ ട്രീറ്റ്മെൻറ്റ് വിതൗട്ട് ഹാവിങ് ബീൻ ഇൻജോർഡ് ആസ് എ റിസൾട്ട് ഓഫ് സാങ്ഷൻഡ് ഫൗൾ. അപ്പോൾ അങ്ങനെ ഇൻജോർഡ് അല്ല, ഒരു സാങ്ഷൻഡ് ഫൗളിൻ്റെ ഭാഗമായിട്ട് ഇൻജോർഡ് അല്ല, അങ്ങനെയുള്ളൊരു സമയത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗോൾ കീപ്പർ സ്റ്റോപ്പേജ് വരുത്തുകയാണെങ്കിൽ അത് ഒരു പ്ലെയറെ, അവരുടെ ടീമിൽ നിന്ന് ഒരു പ്ലെയറെ 1 മിനിറ്റ് പുറത്ത് നിർത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. പിന്നെ ത്രോ ഇന്നിന് വളരെ സ്ട്രിക്ട്ലി കൗണ്ട് ഡൗൺ ഉണ്ടായിരിക്കും. 5 സെക്കൻഡിനുള്ളിൽ ത്രോ ഇന്ന് എറിഞ്ഞിരിക്കണം. പെനാൽറ്റിയുടെ കാര്യത്തിൽ ഒരു ആക്സിഡൻ്റൽ ഡബിൾ കോണ്ടാക്റ്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് മിസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും കണക്കാക്കുക. ദെൻ the referee will be able to announce and explain their final decision after VAR intervention to the general public. വാർ കഴിഞ്ഞതിന് ശേഷം റഫറി ജനറൽ പബ്ലിക്കിനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന രൂപത്തിൽ അനൗൺസ് ചെയ്യാൻ പറ്റും. നമ്മൾ വേൾഡ് കപ്പിൽ കണ്ട കുറേ നിയമങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിലും ഇതൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി. അതുപോലെ തന്നെ ലലീഗയിലും മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത് അവർ ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.